ഇല്ല. നീ കുളിച്ചോ? പിന്നെ നീ യൂണിഫോം മാറിയേ? ഞാൻ കുളിച്ചില്ല. കുളിച്ചോളാം. നീയാണോ ഇവിടുത്തെ കാരണവരെ? ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ ചെറുമാളത്തിരിക്കാൻ ഇവിടെ ഇറങ്ങി വന്നാൽ മാത്രമേ ചായയും കാപ്പിയും ആഹാരം തരുള്ളൂ. വർക്ക് മൊത്തം തീർത്തില്ല അപ്പം. കറി പയറാ എരിവുണ്ടല്ലേ. അമൃതം പൊടിയും കഴിച്ച് ചായയും കുടിച്ചു. പതി ഇറങ്ങും പോന്നെ അമ്മ അന്നേരം വന്നിട്ട് തരാലോ. ആ വെള്ളോ മുടി ചെയ്യില്ലല്ലേ ദൈവം. വെള്ളം അതിനകത്തുണ്ട്. താഴ്ചെന്നിട്ട് തരാം. അപ്പൊ ഇവിടെ ബസ് പോകുന്നതാണ്. താഴെ ചെന്നിട്ട് തരാം മോനെ. ചോറ് തിന്നുന്ന പാർട്ടി. ഫോൺ എടുത്തോ? അവിടെ ഇരുന്ന് ഇതെടുത്തായിരുന്നു പണിക്കിട്ട ഡ്രസ്സ്. അതെന്തിനാ വെളിയിട്ടെ? ഇത് ഇത്രമാത്രം ബാഗിനകത്ത് ആ ഡ്രസ്സും വെള്ളമാണോ ഇത്ര വലിയ? ഇന്നലെ നനഞ്ഞല്ലേ? കോട്ട് വേണമെന്ന് പറയരുത്. വൈകിട്ട് മഴയാണല്ലോ. വണ്ടിയുണ്ട്. നമ്മുടെ ഇതാ മണി പ്ലാന്റ്. ഇന്നും കുട്ടിക്കാലം തന്നെയാണ്. ഇന്നും കുട്ടിക്കാലം.
ഇന്നില്ലെന്ന് പറഞ്ഞിട്ട് നാളെ നാളെ ഭാഗ്യമാണെങ്കിൽ രണ്ടുപേർക്ക് എടുക്കുന്ന സാധനം ഇന്നലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അരിച്ചേട്ടന് മറ്റേതാ ഇതായിപ്പോയി. ഇതിലെ പഴമായിരുന്നല്ലേ ഫോട്ടോ അതല്ലേ വേറെ ഏതാ പറഞ്ഞോളൂ വേറെ മറ്റേ അന്ന് ഞങ്ങള് ജിഞ്ചറിനെ വീട്ടിൽ പണിക്ക് പോയത് മേസ്ത്രി ചോദിച്ചാൽ എന്നെ തൂക്കിട്ടാണ്ടോ ഞാൻ പറഞ്ഞു ഇവരെടുത്തോണ്ട് പോകുന്നു കണ്ടോ ഹലോ ഈ പണ്ടത്തെ ഒരു ലോജിക്ക് എനിക്ക് തോന്നുന്നു അത്രയും വലിയ തള്ളു തള്ളി വന്നപ്പോൾ ഇവിടുന്ന് പോകാഞ്ഞ ഭാഗ്യം ഇവിടെ നിന്ന് കുറച്ചുകൊണ്ട് എന്നെ ചാടിച്ചു വിടാൻ നോക്കുക അവിടെ എഴുതി കൊടുത്തായിരുന്നു. എന്നെ ചാടിച്ചു വിടാൻ നോക്കുക ഞാൻ അമ്മ വേണമെങ്കിൽ പരിപാടിയൊന്നും ഇല്ല മിക്സ് അസോസിയേറ്റ് പോകുന്ന പരിപാടിയൊന്നും ഇല്ല കഴിയുന്നതിന് വെയിലാകുമ്പോഴും പല പ്രാവശ്യം മഴയും പെയ്തു. ചിറ്റടിയില്ല കൂട്ടുകാർ ചെറിയ ചാറ്റമഴ കഴിഞ്ഞില്ലേ ആ ഇന്നലത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ടില്ല, കുറച്ച് പരിപാടികളുണ്ട്, ഒന്ന് തീരുമായിരിക്കും.
ഇപ്പോഴായിരുന്നല്ലേ? ഇതെവിടെ പോയി? നമ്മുടെ അവിടെ നിന്നാൽ ഇതിനൊന്നും ഇത്രയും കളർ കിട്ടത്തില്ല ഈ ഇലയ്ക്കൊന്നും. കുട്ടിക്കാലം ആയതുകൊണ്ട് മാത്രം. വിളിച്ചോ അത് ശരിയല്ല. ചുണ്ടങ്ങ പോലത്തെ ഒരു സാധനം. അത് ഇങ്ങനെ കറുത്ത തിന്നാൻ കൊള്ളാതെ. ഇത് പറിക്കുന്നത് ഇങ്ങനെ കറിക്കും. വേറൊരു ടേസ്റ്റാ. പണ്ടൊക്കെ തിന്നായിരുന്നു. ഈ സാധനം ഇതൊക്കെ കഴിക്കും. ഇത് എൻ്റെ കുപ്പി. ആ കുപ്പിക്ക് തന്നാൽ മതി. അതിനകത്ത് മുഴുത്തതാണ്. നല്ല വരയ്ക്ക. ഹരിച്ചേട്ടനാണ് ഒരു നാണം. അതിന് അമ്മരൊന്ന് ഉണ്ടാക്കിയിട്ട് കിട്ടും. അവരെല്ലാം കാണിച്ചു പോയി നിർത്തത്. നിങ്ങളുടെ കയ്യിൽ പിന്നെ സാനിറ്റൈസർ ഉണ്ടോ? അതോട് ഇതിപ്പോ അവിടെ നിന്നപ്പോ അങ്ങനെ കയറി കാലൊന്നുമില്ല. കാലല്ലോ കൊടിയില്ല. തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിക്കാം. 120 കൂടുതലല്ലേ? വോൾട്ടേജ് കൂടുതലല്ലേ? 23. ന്യൂട്രൽ വോൾട്ടേജ് ഇതാണ് കാണിക്കുന്നത്. അപ്പം എന്നാ പറയുന്നത്? നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ ഇഷ്യൂസ് അറിയാം. അവിടെ തന്നെ വെക്കല്ലേ പുല്ലുണ്ട്. അതിലുണ്ട് 126 ഇതല്ലേ പിന്നെ കൂടി. അവിടെ ലോഡ് കൂടുതലനുസരിച്ച് വ്യത്യാസം വരും. തന്നെ കിട്ടുമോ? കുറച്ച് 126 ഉണ്ട് ഇപ്പോൾ. ഹോൾഡ് ചെയ്ത് ഇത് കൈ മുടി കിട്ടുമല്ലേ? ഹോൾഡ് ചെയ്തിരിക്കും. മാറ്റിക്ക്. ഇപ്പോൾ കാണിക്കത്തില്ലേ? അടുത്തടുത്ത് എവിടെയാണോ ഫോട്ടോ? അവനെടുത്തില്ലേ? ഇതിലേം പോവാം. ഇലക്ട്രിക്കിന്റെ സാധനം
കുപ്പി. ഇന്ന് ആ കംപ്ലൈൻറ്റ് KSEBക്കാർ വന്ന് റെഡിയാക്കിയിട്ട് പോയതാണ്. പക്ഷേ അത് റെഡിയായില്ല. കുറച്ച് വ്യത്യാസമുണ്ട്, ഫുള്ളായിട്ട് റെഡിയായില്ല. എന്താ കഴിച്ചേ? ഒന്നും മേടിച്ചു തരാം. ഇപ്പൊ അടിച്ചു ഉപ്പോ നാരായണത്തിന്റെ ആ ചേച്ചി ചവിട്ടുന്നേ. കുളിച്ചോ? നടന്നോ? പാവാണോ? ആ പൂച്ചയുടെ പേര് ലില്ലി. ലില്ലിപ്പൂച്ച എന്താ വെച്ചേ? ആ